Success isn't about where you start, it's about how far your passion takes you. Let me tell you a story. 22nd September 1791 ലണ്ടനിൽ ഒരു ചെറിയൊരു കുട്ടി ജനിക്കുകയാണ്. അവിടെ ആ ഒരു ടൈമിൽ അവിടുത്തെ ആൾക്കാർക്കൊന്നും അത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. ആ കുട്ടീൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. അപ്പം ഈ കുട്ടീൻ്റെ അച്ഛന് യൂഷ്വലി എപ്പോഴും ഒരു പനി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കൊന്നും വർക്ക് പോകാൻ പറ്റാറില്ല. സോ എപ്പോഴും ഈ കുട്ടീൻ്റെ അമ്മയാണ് വർക്കിന് പോയിട്ട് ഈ ഒരു ഫുൾ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയും 13 years old ഈ കുട്ടി സ്കൂൾ ഡ്രോപ്പ് ചെയ്തു സോ ദാറ്റ് ദേ കുഡ് ഓൾസോ ഫൈനാൻഷ്യലി ഹെൽപ്പ് ദിയർ ഫാമിലി. അങ്ങനെ ഈ കുട്ടി ഒരു ഷോപ്പിൽ, ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ഡെലിവറി ബോയ് ആയിട്ട് കയറുകയാണ്. ആക്ച്വലി അവിടെ നിന്നാണ് ആ കുട്ടീൻ്റെ ഒരു ലൈഫ് തന്നെ ചേഞ്ച് ആയതെന്ന് പറയാൻ പറ്റും. ആൾക്കാർ ഈ ബുക്ക് ഇവിടെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടി ആ ബുക്സൊക്കെ തുറന്നു നോക്കും. യൂഷ്വലി ആൾക്കാർ അവിടെ കൊണ്ടുവന്നിരുന്നത് സയൻസ് ബുക്കുകളായിരുന്നു. ഈ കുട്ടി സയൻസ് ബുക്ക് തുറന്ന് രാത്രി സമയങ്ങളിൽ ഈ ബുക്കൊക്കെ വായിച്ച് ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത ദിവസം ബൈൻഡ് ചെയ്ത് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ കുട്ടീൻ്റെ ക്യൂരിയോസിറ്റി കൂടുകയാണ്, സയൻസിനോടുള്ള ഇൻട്രസ്റ്റ് ഈ കുട്ടിക്ക് കൂടുകയാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ വില്ലേജിൻ്റെ അടുത്തായിട്ട് തന്നെ ഹെംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ലെക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടി ആ ലെക്ചർ കാണാൻ പോയി ആൻഡ് ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടു സയൻസ്. ഈ കുട്ടി ഒരുപാട് ലെറ്റേഴ്സ് ഹെംഫ്രി ഡേവിക്ക് എഴുതി, ലൈക്ക് ഇഫ് ഹി കുഡ് വർക്ക് വിത്ത് ഹിം. പക്ഷെ he wasn't responding to any of the letters. അങ്ങനെ ഈ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നവരെ എഴുതിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ഫൈനലി ഒരു ലെറ്ററിന് അവർ റെസ്പോണ്ട് ചെയ്തു. അതിനുശേഷം ഹെംഫ്രി ഡേവി ആ കുട്ടീനോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു ലാബ് അറ്റൻഡറായിട്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. സോ ഈ ബോയ് വിചാരിച്ചു ഓക്കെ, അങ്ങനെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സോ ഈ ബോയ് ആ ലൈബ്രറി വിട്ടിട്ട്, ഈ ബോയ് ആ ബൈൻഡിങ് ഷോപ്പ് വിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഹെംഫ്രി ഡേവിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. യൂഷ്വലി ഹെംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കെമിസ്ട്രിയും റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ലാബിൽ ഹെംഫ്രി ഡേവി ഓരോ സൊല്യൂഷൻസ് വെച്ച് ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഈ ഒരു ബോയ് എന്ന് പറയുമ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹെംഫ്രി ഡേവി ഈ കുട്ടീനെ ലാബ് ഏൽപ്പിച്ചിട്ടും ലെക്ചേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി കൂടുതൽ സയൻസിനെ മനസ്സിലാക്കാൻ തുടങ്ങി, അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ തുടങ്ങി. ആ കുട്ടീൻ്റെ അകത്തുണ്ടായ സയൻറ്റിസ്റ്റ് ചെറുതായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഈ ബോയ്ക്ക് ഒരുപാട് സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി, ഒരുപാട് പെർട്ടിക്കുലർ ടോപ്പിക്. അങ്ങനെ ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുകയാണ്. എസ്പെഷ്യലി ഇലക്ട്രിസിറ്റിയിലും ഇലക്ട്രോ കെമിസ്ട്രി അതുപോലത്തെ സബ്ജക്ട്സിലായിരുന്നു ഈ കുട്ടീൻ്റെ ഇൻട്രസ്റ്റ്. സോ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി. ടോക്കിംഗ് അബൌട്ട് ഫാരഡേ, മൈക്കൽ ഫാരഡേ. സോ നമ്മളുടെ മനസ്സിലൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കതിനുള്ള ക്യൂരിയോസിറ്റിയും നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈ വേൾഡ് തന്നെ നിങ്ങളുടെ കൂടെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. സോ വെൻ പാഷൻ ഡ്രൈവ്സ് യുവർ വർക്ക്, സക്സസ് ഫോളോസ് ആൻഡ് ദി വേൾഡ് സ്റ്റാൻഡ്സ് ബൈ യുവർ സൈഡ്.